ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ വാക്ക് കേട്ട് ഇന്ന് കൊല്ലത്ത് KSRTCയിൽ ജോലി ചെയ്യാൻ വന്ന ജീവനക്കാർക്ക് മർദ്ദനമേറ്റ് ജില്ലാ ആശുപത്രിയിൽ കഴിയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ ഇന്ന് പണിമുടക്കാണെന്നുള്ള അറിയാമല്ലോ. അപ്പം ഞങ്ങൾ ഇതുകൊണ്ടൊക്കെ രാവിലെ മെയിനായിട്ടും ഞങ്ങൾ ജോലിക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുക. അതല്ല, ഗതാഗത വകുപ്പ് മന്ത്രിയും പറഞ്ഞല്ലോ. മന്ത്രിയും പറഞ്ഞെങ്കിൽ എല്ലാവരും സർവീസ് പോകണം, സർവീസ് പോകാത്തവരുടെ പേർക്ക് നടപടിയെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഈ ഡയസ് നോൺ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇന്നത്തെ ദിവസം ലീവുകളൊന്നും പാസ്സാവത്തില്ല. അപ്പം നമ്മുടെ ശമ്പളം നമ്മൾ KSRTC ജീവനക്കാർ ഓടിപ്പിടിച്ച് എങ്ങനെങ്കിലുമൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് ഒരുപാട് ചിലവുകളുണ്ട്. അപ്പം നമുക്ക് ഒരു ദിവസം ശമ്പളം ഈ ഡയസ് നോൺ കാരണം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് മെയിനായിട്ടും ജോലിക്ക് വരാനുള്ള കാരണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കരുനാഗപ്പള്ളിയിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സർവീസിന് ജോലിക്ക് വന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ബസ് എടുത്ത് കൊല്ലം വരെ എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ വെച്ച് ഒരു സംഘം ആൾക്കാർ തടയുകയാണ് ചെയ്തത്. തടയുകയും കാര്യമായ കല്ലെടുത്തെറിഞ്ഞില്ല, ഒരു കല്ലേ വന്ന് വീണുള്ളൂ. ഗ്ലാസ്സിലൊന്നും കൊണ്ടില്ല, ഗ്ലാസ് പൊട്ടിയില്ല, എൻ്റെ ദേഹത്ത് കൊണ്ടു. അതിനുശേഷം കുറേ ആൾക്കാർ അസഭ്യം പറയുകയെല്ലാം ചെയ്തു. ഇതിനുശേഷം താങ്കൾ കണ്ടക്ടറല്ലേ? കണ്ടക്ടറാണ്. ഈ ഡ്രൈവറെ ഉപദ്രവിക്കാതെ സാധാരണ ഡ്രൈവർമാർ കാണുന്നല്ലോ മർദ്ദനം ഏൽക്കുന്നത്. ഡ്രൈവറുടെയും കാലെ പിടിച്ച് വലിച്ചെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ താങ്കളെ ഇങ്ങനെ കണ്ടക്ടർ അകത്ത് കയറി മർദ്ദിക്കാനുണ്ടായ കാരണം എന്താണ്? മെയിനായിട്ടും ഇതായിരിക്കും കാരണം, ഈ പണിമുടക്കായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ താങ്കൾ ഈ ഡിപ്പോയിലാണോ? കൊല്ലം ഡിപ്പോയിലാണോ? കൊല്ലമല്ല, കരുനാഗപ്പള്ളി ഡിപ്പോയിലാണ്. കരുനാഗപ്പള്ളി ഡിപ്പോയില്. അപ്പോൾ താങ്കൾ വാഹനം വരുന്നത് താങ്കൾ കണ്ടക്ടറാണെന്ന് അറിയാവുന്ന മുൻവൈരാഗ്യത്തോടു കൂടി ആരെങ്കിലും തൊഴിലാളികൾ പെരുമാറിയതാണോ? മുൻവൈരാഗ്യമാണോ എന്നറിയത്തില്ല. നമ്മൾ ഇന്ന് സർവീസിന് വന്നതിൻ്റെ ഒരു വൈരാഗ്യം ചിലപ്പം ഈ പണിമുടക്കിൽ പങ്കെടുത്ത സംഘടനയ്ക്ക് കാണും. അതിലുള്ള ആൾക്കാർ വിളിച്ചു പറയുകയും അങ്ങനെ മർദ്ദിച്ചാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ജീവിക്കാൻ വന്നപ്പോൾ മന്ത്രിയുടെ വാക്ക് മന്ത്രിയാണ് പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും ജോലിക്ക് ഹാജരാണെന്ന് പറഞ്ഞത്, നിങ്ങളെ സംരക്ഷിക്കുന്നു പറഞ്ഞത്. അപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ച് അത് കാരണം നമുക്ക് ശമ്പളം കിട്ടത്തില്ല. അതാണ് മെയിനായിട്ടും ജോലിക്ക് വരാനുള്ള കാരണം. അപ്പോൾ ആ വാക്ക് വിശ്വസിച്ച് വന്നപ്പോൾ നമുക്ക് മർദ്ദനമേക്ക് ഇപ്പം ആശുപത്രി പോയി ചികിത്സ നേടി ഇപ്പോൾ താണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇത്തരം ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഇന്ന് ശമ്പളം കിട്ടുമെന്ന് വിശ്വാസമുണ്ടോ? ശമ്പളം കിട്ടുന്നതിന് തടസ്സമൊന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, നമ്മൾ പകുതിയല്ലേ ജോലി ചെയ്തോളൂ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഡ്യൂട്ടിയിൽ കയറി നമ്മൾ ഡ്യൂട്ടിയാണ്. അത് ജോലി ചെയ്യത്തില്ല എന്നുള്ളതല്ല, നമ്മുടെ ഭാഗത്തൊരു ഫാൾട്ടല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനകത്ത് നമ്മളെ മെയിനായിട്ടും പണിമുടക്കാകുമ്പം ജീവനക്കാർ ചിലപ്പം വണ്ടി തടയൊക്കെ ചെയ്യും. പക്ഷേ ഇക്കാലം അത്രയും വണ്ടി തടയലേ ഉണ്ടായിട്ടുള്ളൂ, ഈ മർദ്ദനം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ജീവനക്കാരനല്ലാത്ത ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. വണ്ടി തടഞ്ഞതിനകത്ത് ജീവനക്കാരുണ്ട്, പക്ഷേ വെളിയിൽ നിന്നുള്ള ഒരാളാണ്. ഒരു നീളം കുറഞ്ഞ വെളുത്ത ഷർട്ടിട്ട എന്തോ പാർട്ടി പ്രവർത്തനമാണെന്ന് തോന്നുന്നു. ഫോട്ടോ എൻ്റെ കൈവശമുണ്ട്. പുള്ളിയാണ് മുഖത്തടിച്ചത്. ജോലിയല്ല പ്രധാനം, യൂണിയനാണ് പ്രധാനം എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടിലും അവർ തൊഴിലാളികൾ പണിമുടക്കുകയാണ്. തൊഴിലാളികളെന്ന് പേര് പറഞ്ഞ് ഇന്ന് ജോലി ചെയ്യാൻ വന്ന ഒരു ജീവനക്കാരനെ മർദ്ദിച്ച് അവശയാക്കി ജില്ലാ ആശുപത്രിയിൽ എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലാണ് കേരളം അഴിച്ച് വേറെ ഒരു സ്റ്റേറ്റിലും ഇത്തരത്തിൽ തൊഴിലാളി ദേശീയ പണിമുടക്കെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ പണിമുടക്ക്. ദേശീയ തലത്തിൽ മറ്റു ഒരു സംസ്ഥാനം തന്നെ ഇത്തരത്തിൽ പണിമുടക്ക് വ്യാപകമായിട്ട് വ്യാപിച്ചിട്ടില്ല. അവിടെ എല്ലാം സ്ഥിരം പോകുന്ന എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ് യാത്രകളും കാര്യങ്ങളും എല്ലാം തന്നെ ദൈനംദിന ജീവിതം പോകുന്ന രീതിയിൽ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത്.